പ്രമേഹ രോഗികൾ, പ്രത്യേകിച്ചും ഇൻസുലിൻ ഉപയോഗിക്കുന്ന പ്രമേഹ രോഗികൾ ഇന്ന് വലിയ ഒരു ചിന്താക്കുഴപ്പത്തിലാണ്. അവര് വളരെ വ്യാപകമായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസുലിൻ ഇന്ന് മാർക്കറ്റിൽ വിപണിയിൽ കിട്ടാനില്ല. ആ ഇൻസുലിൻ്റെ പേര് ഹ്യൂമൻ മിക്സ്റ്റാഡ് എന്നാണ്. അതേ കമ്പനി തന്നെ പുറത്തിറക്കുന്ന ഹ്യൂമൻ ആക്ട്രാപ്പിൻ്റെ ഹ്യൂമൻ ഇൻസുലാറ്റാഡ് ഇങ്ങനെയുള്ള ഇൻസുലിൻസും ഉണ്ട്. അത് ഈ നോവോ നോർഡിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഇൻസുലിൻ വിപണിയിൽ എത്തിച്ചിരുന്നത്. പല ആളുകളും പണ്ടുകാലം മുതലേ ഉപയോഗിക്കുന്ന ഒരു ഇൻസുലിൻ ആയതുകൊണ്ടും പിന്നെ വളരെ കൂടുതൽ ആളുകൾ അതിൻ്റെ ഈ പേന, ഇൻസുലിൻ പേന, ഈ പേന ഉപയോഗിക്കുന്നത് കൊണ്ടും പേഷ്യൻസി പലർക്കും ഇപ്പോൾ വളരെ കൂടുതൽ വിഷമത്തിലാണ്. അതായത് ഈ മരുന്ന് മാർക്കറ്റിൽ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഇത് ഒരു മൊണോപ്പൊളി അല്ലെങ്കിൽ കുത്തകയായ ഒരു ഒറ്റ മരുന്നല്ല. ഈ മരുന്ന് പല മറ്റ് വിപണന നാമങ്ങളിൽ, മറ്റ് ട്രേഡ് നെയിംസിൽ മാർക്കറ്റിൽ കിട്ടാനുണ്ട്. ഈ പേനയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന മറ്റൊരു പേനയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഈ പേനയിൽ അതേ മരുന്ന് നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. മരുന്നിൻ്റെ പേര് ഇൻസുജൻ എന്നാണെന്ന് മാത്രമേ ഉള്ളൂ. ഇൻസുജൻ എന്ന പേരിൽ, ഹ്യൂമിൻസുലിൻ എന്ന പേരിൽ, ഓസുലിൻ എന്ന് പറയുന്ന പേരിൽ, ലൂപ്പിസിലിൻ എന്ന് പറയുന്ന പേരിൽ ഒക്കെ ഈ മരുന്ന് വ്യാപകമായി വിപണിയിൽ ലഭ്യമാണ്. ഒറ്റ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പേന ഉപയോഗിക്കുന്ന ആളുകളിലാണെങ്കിൽ ഈ പേനയ്ക്ക് ഒരു ലോക്ക് ഉണ്ട്. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പേന പിന്നെ തിരിയില്ല. അതേസമയം ഈ മറ്റ് പേനകൾക്കൊന്നും ഈ ലോക്കില്ല, വെറുതെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ പേന ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും പുതിയ പരിശീലനമൊന്നും ഇല്ലാതെ പുതിയ പേനയിലോട്ട് മാറാം, പുതിയ മരുന്നിലോട്ട് മാറാം. അതുപോലെ തന്നെ ഈ വയൽ കുപ്പിയിൽ നിന്നെടുത്ത് കുത്തിവയ്ക്കുന്ന ആളുകൾക്ക് ഇതിനാണെങ്കിലും ഇതേ മരുന്നിന് ബൈഫേസിക് ഇൻസുലിൻ എന്ന് നമ്മൾ പറയുന്ന മരുന്നാണ് ഈ പല വിപണന നാമങ്ങളിൽ വരുന്നത്. അപ്പോൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ഹ്യൂമൻ മിക്സ്റ്റാഡ് കിട്ടാതായാൽ, ഇൻസുലാറ്റാഡ് കിട്ടാതായാൽ, ആക്ട്രാപ്പിൻ്റെ കിട്ടാതായാൽ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഈ പറഞ്ഞ 3 പേരുകളും ഈ ഒരു പ്രത്യേക കമ്പനി വിപണിയിൽ ഇറക്കുന്ന മരുന്നുകളുടെ പേരാണ്. ഇതേ മരുന്ന് മറ്റ് പല പേരുകളിൽ മറ്റ് പല റെപ്യൂട്ടഡ് ആയ കമ്പനികൾ ഇറക്കുന്ന മരുന്നുകൾ വിപണിയിൽ ലഭ്യമാണ്. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുക. ഡോക്ടറെ സമീപിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ഇൻസുലിനാണോ എടുക്കുന്നത് അതിന് പകരം വിപണിയിലുള്ള ഇതേ മരുന്ന് തന്നെ മറ്റ് വിപണന നാമങ്ങളിലുള്ള മരുന്നുകളിലേക്ക് മാറുക. ഒരു ശരിക്കും പറഞ്ഞാൽ പാനിക് ചെയ്യേണ്ട, വളരെ വിഷമിച്ചോടേണ്ട യാതൊരു ആവശ്യവും ഇല്ല. ഉള്ള മരുന്നിലേക്ക് മാറുക.